First of all, I will give you some instructions. You have to follow that. First, mark 3 points not on a line. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 പോയിന്റ്സ് ചൂസ് ചെയ്യാം. ആ 3 പോയിന്റ്സും ഒരേ ലൈനിൽ വരാൻ പാടില്ല. അപ്പം ഞാൻ ചൂസ് ചെയ്യുന്നത് ഒരെണ്ണം ഈ പോയിന്റ് എടുത്തു, ഒരെണ്ണം ഈ പോയിന്റ് എടുത്തു, 2 പോയിന്റ്സ് എടുത്തു. ഇനി മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് ഇതെടുക്കും. ഓക്കെ, അപ്പം ഞാൻ 3 പോയിന്റ്സ് ചൂസ് ചെയ്തു. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് വേണ്ടത് 3 പോയിന്റ്സ് കൂടെ കടന്നു പോകുന്ന സർക്കിളാണ്. നമുക്ക് 2 എണ്ണത്തിൽ തുടങ്ങാം. ഞാൻ ആദ്യം വരച്ച 2 എണ്ണം കണ്ടോ? ആ 2 എണ്ണത്തിൽ നിന്ന് എങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം? ഒരു ക്ലൂ കൂടെ തരാം. ഇങ്ങനെ ഒരു ലൈൻ ജോയിൻ ചെയ്യാം. എന്നിട്ട് try to draw a circle which passes through the 2 given points. നിങ്ങൾക്ക് പല രീതി വരയ്ക്കാം അല്ലേ? നിങ്ങൾക്ക് വേണേൽ ചുമ്മാ റാൻഡം ആയിട്ട് എടുത്ത് ഈ 2 പോയിന്റ്സ് കൂടെ കടന്നു പോകുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കാം. അങ്ങനെ ഒരു സർക്കിൾ കിട്ടും. പക്ഷെ കൃത്യമായിട്ട് ഒറ്റ സ്റ്റെപ്പിലോ ചിലപ്പോൾ ചിലർക്ക് കിട്ടത്തില്ല. ആദ്യത്തെ സ്റ്റെപ്പിൽ ചുമ്മാ ഒരു സെന്റർ എടുത്ത് വരയ്ക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഒരു പോയിന്റ്സിനെ എ എന്നും ബി എന്നൊക്കെ പേര് കൊടുക്കാം. ഇത് സി. ആദ്യം നിങ്ങൾ എ ബിയിലൂടെ എ ബി എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് കൂടെ കടന്നു പോകുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കണം. ആലോചിച്ച് നോക്കിയേ. ഈ എ ബി കോഡായിട്ട് വരുന്ന രീതിയിലൊരു സർക്കിൾ, അതൊക്കെയാണോ? അതെങ്ങനെ വരയ്ക്കും? കറക്റ്റ്. നമുക്കറിയാം, നമ്മൾ ഈ എ ബി കോഡായിട്ട് വരുന്ന ഒരു സർക്കിൾ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്ററിന്റെ പ്രത്യേകത എന്തായിരിക്കും? അത് ഈ കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും. ആണല്ലോ. സോ ഫ്രം ദ ഡിസ്കഷൻ ഇൻ ദ പ്രീവിയസ് ആക്ടിവിറ്റി we can draw a circle through any 2 points given, that is A and B, by choosing the center at any point on the perpendicular bisector of the line joining them. ആണല്ലോ. അപ്പം ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ സെന്റർ ആക്കി നമുക്കൊരു സർക്കിൾ വരച്ചാൽ ഉറപ്പായിട്ടും എയിലും ബിയിലും കൂടെ കടന്നു പോകുമല്ലോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു ഹാവ് ടു ഡു? യെസ്, യു ഹാവ് ടു ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി. ഓക്കെ, നമ്മൾ ആദ്യം എയിൽ കോമ്പസ് വെച്ചു, എന്നിട്ട് മേളിലും താഴെ മാർക്ക് വരച്ചു. എന്ത് ചെയ്യണം? ഈ ലൈൻ ജോയിൻ ചെയ്തു. സോ ഇനി ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റ് സെന്റർ ആക്കി ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സർക്കിൾ വരയ്ക്കാം. ഓക്കെ ആണോ? ഓക്കെ, ഇവിടം വരെ കൃത്യമായിട്ട് ചെയ്യാം. ഇനി നോക്കിയാൽ നമ്മൾ എവിടം വരെ എത്തിയിട്ടുള്ളൂ? നമുക്കിപ്പോൾ 2 പോയിന്റ്സ് കൂടെ കടന്നു പോകുന്ന സർക്കിളെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എന്താ വേണ്ടേ? നമ്മൾ ചൂസ് ചെയ്ത 3 പോയിന്റ്സ് കൂടെ കടന്നു പോകണം. ആണല്ലോ. സോ എങ്ങനെ? നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള 2 പോയിന്റ്സ് അല്ലേ ചൂസ് ചെയ്തത്. നെക്സ്റ്റ് യു ടേക്ക് അനദർ 2 പോയിന്റ്സ്. ഇപ്പൊ എയും ബിയും ചൂസ് ചെയ്തു. അടുത്ത് നിങ്ങൾ ബിയും സിയോ എയും സിയോ അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തോ? ഏത് പോയിന്റ്സ് ചൂസ് ചെയ്യുന്നത്? ഓക്കെ, യു ആർ ചൂസിങ് എ ആൻഡ് സി. ദെൻ എന്നിട്ട് ഇതേപോലെ തന്നെ ആ 2 ലൈൻ പോയിന്റ്സ് കൂടെ ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് കറക്റ്റ് അത് കോഡായിട്ട് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പം എയും സിയും നിങ്ങൾ ചൂസ് ചെയ്തു. ഓൾറെഡി ചൂസ് ചെയ്തായിരുന്നു എയും സിയും. ജോയിൻ ചെയ്തു. അടുത്തത് എ സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചോ. റീസൺ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇൻ ദിസ് കേസ്, choosing a point on the perpendicular bisector of the line joining them, that is A and C, as center, we can draw a circle passing through them. അത് കിട്ടിയല്ലോ. നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി എന്ത് പറയാം? നല്ലോണം ഫിഗർ അനലൈസ് ചെയ്യാൻ എന്നിട്ട് പറയാം. നമുക്കിപ്പം 2 സർക്കിൾ കിട്ടി അല്ലെ? അതില് ഒന്ന് 2 പോയിന്റ്സ് കൂടെ കടന്നു പോകുന്നത്, അടുത്ത സർക്കിൾ അടുത്ത 2 പോയിന്റ്സ് കൂടെ കടന്നു പോകുന്നത്. പക്ഷെ നമുക്ക് വേണ്ട എന്താ? We need a single circle which passes through all these points. How is it possible? To get an answer, let's discuss some questions. What do you obtain now? After drawing all these, what do you obtain? Yes, we got 2 circles passing through 2 pair of points. So, but what we need to draw? Yes, we need a single circle passing through all 3 points. How will you draw that single circle? Okay, I will give you a clue. Think and find the relation between center and perpendicular bisectors. നിങ്ങൾക്ക് പിക്ചർ നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലായി എന്താ സംഭവം എന്ന്.
For a circle passing through the first pair of points, that is A and B, the center must be on the first bisector, isn't it? What about the second circle? The second circle, the center must be on the second bisector. So if for a circle through the second pair of points, the center must be on the second bisector. So the next question is, what will be the center of the circle passing through all the points? എന്തായിരിക്കും ഈ മൂന്ന് പോയിന്റ്സിൽ കൂടെ കടന്നു പോകണമെന്ന ആ സർക്കിളിന്റെ സെന്റർ എവിടെയായിരിക്കും? നിങ്ങൾ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നല്ലോണം ഒന്ന് മനസ്സിലിട്ട് ആലോചിക്കുക. പറയോ? Both these bisectors intersect at a point, isn't it? Correct അല്ലേ? എ സിയുടെ ബൈസെക്ടറും എ ബിയുടെ ബൈസെക്ടറും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ഒന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തേ. ഇതാണല്ലോ. ഓക്കെ, സോ എന്തു പറയാം? As we know, the center must be on the perpendicular bisector. The point of intersection of these perpendicular bisectors will be the center of the circle. Correct അല്ലേ? എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സിന്റെ സെന്ററും, അതായത് ആ രണ്ട് പോയിന്റ്സ് സർക്കിളിൽ വരുന്ന സെന്ററും, എ സി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് സർക്കിളിൽ വരുന്ന ആ സർക്കിളിന്റെ സെന്ററും എന്തായിരിക്കണം? സെയിം ആകണം. സെയിം ആകണമെങ്കിൽ എന്തെടുത്താൽ മതി? ഈ വരച്ച രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എടുത്താൽ മതി. അത് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യണ്ടേ? സോ ഓൾ ഓഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആസ് ദ സെന്റർ and check whether it passes through the 3 points or not. It passes, isn't it? So that's it. So in order to draw a circle through 3 points which are not on a line, choose 2 points, draw the perpendicular bisector, choose another 2 points, draw the perpendicular bisector. The point of intersection will give the center. Okay, അപ്പം എന്ത് പറയാം? റിസൾട്ട് എന്ത് പറയാം? Yes, we can draw. നമുക്ക് 3 പോയിന്റ്സിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കാം. ആ 3 പോയിന്റ്സിന്റെ പ്രത്യേകത എന്തായിരിക്കണം? നോട്ട് ഓൺ എ ലൈൻ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടി റിസൾട്ടിലേക്ക് വരാം. ഇപ്പം നിങ്ങൾക്ക് സെന്റർ കിട്ടി, കൃത്യമാണ്. അടുത്തത് ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അതേപോലെ ഫോളോ ചെയ്യുക. ജോയിനിങ് ദ റിമൈൻ പെയർ ഓഫ് പോയിന്റ്സ്. ഇപ്പം നിങ്ങൾക്ക് എ ബി ജോയിൻ ചെയ്തു, എ സി ജോയിൻ ചെയ്തു. ഇനി ആരാ ജോയിൻ ചെയ്യാനുള്ളത്? കറക്റ്റ്, സി ബി. ജോയിൻ ദാറ്റ്. വി വിൽ ഗെറ്റ് എ ഫിഗർ ലൈക്ക് ദിസ്. എന്ത് ഫിഗർ ഇപ്പം കിട്ടിയേ? ഒരു ട്രയാങ്കിൾ കിട്ടിയല്ലേ? സോ when we join the remaining pair of points, we get a triangle whose vertices are on a circle. Correct അല്ലേ? A, B, C are on the circle. So by analyzing the last figure, what are the things you can say? First thing is that we got a circle with center O passing through 3 points which are not on a line, isn't it? Also one more thing, after joining the remaining vertices, what you can say? Yes, we got a triangle ABC such that, yes, the 3 vertices are on a circle, isn't it? Okay, and that is a very important thing. Now can you suggest a name for this kind of triangle or this kind of circle? Not triangle, this kind of circle. What I mean is, നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്, അതിന്റെ 3 വെർട്ടിസസും ആ സർക്കിളിലാണ്. അങ്ങനെ ആണെങ്കിൽ ആ സർക്കിളിനെ എന്ത് വിളിക്കാം? ആ ട്രയാങ്കിളിനെ എന്താന്ന് വിളിക്കാം? യെസ്, സർക്കം സർക്കിൾ എന്ന് വിളിക്കാം. സോ വി ക്യാൻ കോൾ സച്ച് എ സർക്കിൾ സർക്കം സർക്കിൾ ഓഫ് ദ ട്രയാങ്കിൾ ABC because the circle passes through all vertices of a triangle. കിട്ടിയോ? സോ ഇനി തൊട്ട് സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാണ്? അത് സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയണം. സർക്കം സർക്കിൾ ഓഫ് എന്താന്ന് പറയണം? ട്രയാങ്കിൾ ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസിലും കൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ, അതാണ് അതിന്റെ മീനിങ്. നൗ ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് BC ആൻഡ് വാട്ട് യു ഒബ്റ്റെയിൻ. നിങ്ങൾ ജോയിൻ ചെയ്തൊരു ലൈൻ ഉണ്ടല്ലോ BC എന്ന് പറഞ്ഞത്, അത് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വരച്ചേ. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് കിട്ടിയോന്ന് നോക്കിയേ. നിങ്ങൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, അപ്പൊ എന്ത് കിട്ടി? ആ രണ്ടെണ്ണത്തിന്റെ ആ നേരത്തെ വരച്ച ആ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ നിങ്ങൾക്ക് സർക്കിളിന്റെ സെന്റർ കിട്ടിയല്ലോ.
അതേ പോയിന്റ് തന്നെയല്ലേ, അതേ പോയിന്റ് കൂടെ തന്നെയല്ലേ ഇപ്പം വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടർ കടന്നു പോകുന്നത്. കിട്ടിയില്ലേ? സോ drawing the perpendicular bisector of BC, we get the same point of intersection of the other perpendicular bisectors of two sides. Correct അല്ലേ? സെയിം പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് കിട്ടിയത്. അപ്പം നിങ്ങൾ ഏത് രണ്ട്, ഇപ്പൊ നമ്മൾ എ ബിയും എ സി എടുത്തു, നിങ്ങൾ തിരിച്ച് എ ബിയും ബി സി എടുത്തു, ഇതേപോലെ തന്നെ കിട്ടും. അപ്പൊ ഈ മൂന്ന് സൈഡ്സിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് ഒറ്റ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. കിട്ടിയോ? So let's summarize what we have seen till now. The circumcircle of triangle. The definition is that a circle passing through all three vertices of a triangle is called a circumcircle of the triangle. See, this is the figure. And also, in any triangle, the perpendicular bisectors of all three sides intersect at a single point. And that point of intersection can be the center of a circle passing through the three vertices. Okay. So write it as a note. Now let's do a question. Draw a circumcircle of triangle ABC with AB equal to 4 cm, AC equal to 5 cm and angle A equal to 100 degree and find its circumradius. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ വരയ്ക്കേണ്ടതെന്ന് ആണല്ലോ. അപ്പോൾ അത് പറഞ്ഞു തരാം ആദ്യം. സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഫസ്റ്റ് ഡ്രോ എ ബി ഈക്വൽ ടു 4 cm. അപ്പോൾ എല്ലാവരും വരച്ചു എ ബി 4 cm വരയ്ക്കുക. നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാം. രണ്ട് സൈഡും ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. വരച്ചു. ഓക്കെ, ആദ്യം എ ബി വരച്ചു. കൃത്യം പേര് കൊടുത്തു പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി അടുത്ത എന്താ ചെയ്യണ്ടേ? കറക്റ്റ്, ആംഗിൾ എ 100 ഡിഗ്രി മെഷർ ചെയ്യണം. മെഷർ ചെയ്തു. പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് എയിൽ കൊണ്ടുപോയി വെച്ച് 100 ഡിഗ്രി മെഷർ ചെയ്തു. അപ്പൊ എന്നാ കിട്ടി? ഇങ്ങനെ ഒരു ലൈൻ കിട്ടി അല്ലേ? സോ ഇതാണ് നമ്മുടെ 100 ഡിഗ്രി. ഇനി എന്താ ചെയ്യണ്ടേ? എ സി ഈക്വൽ ടു 5 cm ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ സ്കെയിലിലോ അല്ലെങ്കിൽ കോമ്പസ് ഉപയോഗിച്ചോ ഒരു 5 cm എവിടെ നിന്ന് മാർക്ക് ചെയ്യണം? എയിൽ നിന്ന് മാർക്ക് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ 5 cm, ഇതാണ് നമ്മുടെ 4 cm. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ആ പോയിന്റിനെ കയറി നമുക്ക് സി എന്ന് കൂടെ വിളിച്ചേക്കാം. യെസ്, അടുത്തത് ഈ ബിയും സിയും കൂടെ ജോയിൻ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഇങ്ങനൊരു ഫിഗർ കിട്ടും. അപ്പൊ കഴിഞ്ഞോ? ട്രയാങ്കിളിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഇനി എന്താ അടുത്തത്? വി ഹാവ് ടു ഡ്രോ എ സർക്കിൾ ഓഫ് ദിസ് ട്രയാങ്കിൾ. എങ്ങനെയാ വരയ്ക്കുന്നത് ഈ ട്രയാങ്കിളിലെ സർക്കിൾ? കറക്റ്റ്, സെന്റർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? കറക്റ്റാ, ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിച്ചാൽ പോരെ? നിങ്ങൾ എ ബിയുടെ ബൈസെക്ടർ കണ്ടുപിടിക്കുക ആദ്യം. So draw perpendicular bisectors of AB and AC to find the center. That is the point of intersection will give the center. Correct അല്ലേ? ആ ഐഡിയ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. സോ ആദ്യം നമുക്ക് എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. പിന്നെ എ സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനൊരു ചെറിയ വീഡിയോ കാണിച്ചായിരുന്നു. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കേണ്ടതെന്ന്. അത് അറിയാത്തവർ അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക. ഇനി പറയാമോ ഏതാ സെന്ററിന്? കറക്റ്റ്, ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ടോ? ഇതാണ് നമ്മുടെ സെന്റർ. കിട്ടിയല്ലോ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്? ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ സെന്റർ ആക്കി വെച്ചുകൊണ്ട് സർക്കിൾ വരയ്ക്കുക. സോ ഡ്രോ ദ സർക്കിൾ വിത്ത് സെന്റർ ആസ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആൻഡ് ദെൻ മെഷർ ദ റേഡിയസ്. അപ്പൊ നിങ്ങൾക്ക് സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാ? കോമ്പസിന്റെ പോയിന്റർ സെന്ററിൽ വെക്കുക. എന്നിട്ട് ഈ 3 പോയിന്റ്സ് കൂടെ കടന്നു പോകുന്ന രീതിയിലൊരു സർക്കിൾ വരച്ചേക്കുക. കിട്ടിയല്ലോ? ഓക്കെ, ഇനി സർക്കിൾ ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് കഴിഞ്ഞു. എങ്ങനെയാ സർക്കം റേഡിയസ് കണ്ടുപിടിക്കുന്നത്? നിങ്ങളിപ്പം കോമ്പസ് എടുത്തല്ലേ സർക്കിൾ വരച്ചേ? അതേ കോമ്പസ് സ്കെയിലിൽ ഒന്ന് മെഷർ ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും? യെസ്, കറക്റ്റ്, ഇറ്റ്സ് 3.5 cm. അപ്പൊ കൃത്യമായിട്ട് വരച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് 3.5 cm കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ സർക്കം റേഡിയസ് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ?
These are the homework questions for you. All of you try to do it, and we will discuss the answers in the next class. In this class, we have learned the concept circumcircle and a generalization that in any triangle, the perpendicular bisectors of all three sides intersect at a single point. And we have done some questions too. So do the homework question and let's discuss the answers in the next class. Thank you and have a nice day.